കഴിഞ്ഞ ഒരു 8-10 വർഷക്കാലത്തെ കേരളത്തിലെ യുവജനങ്ങളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാം വലിയൊരു വിഗ്രഹമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെല്ലാം കൂടി പിന്നെ ഒരാളിനെ കാട്ടുപന്നിയെ കൊല്ലുന്നത് പോലെ ചാടി വീണു രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹം ഭയങ്കര സംഭവമാണ്, പൊളിയാണ്, ചെപ്പാണ്, പിന്നെ മച്ചയാണ്, പച്ചയാണെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആ വിഗ്രഹം ഉടഞ്ഞു. കേരളത്തിൽ ഇങ്ങനെ ആളുകൾ ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോയി ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ സാറിൻ്റെ റോൾ മോഡൽ ആരാണ്? എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാം, നിങ്ങൾ ആരും റോൾ മോഡലുകൾ തേടി പോകരുത്. സ്വയം റോൾ മോഡലുകൾ ആകുവാനുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുക. അവരവരുടെ മേഖലയിൽ അവരവർ എങ്ങനെയാണ് ശോഭിക്കാൻ കഴിയുക എന്ന് നോക്കുക. അത് പരമാവധി ഭൗതികമായ കാര്യങ്ങളിലോ ആത്മീയമായ കാര്യങ്ങളിലോ അവരവർക്ക് കഴിവുള്ള മേഖലകളിൽ അവരവർ ഒരു ഇടം കണ്ടെത്തി അതിനെ വികസിപ്പിച്ച് അവിടെ റോൾ മോഡലാകാൻ ശ്രമിക്കുക. സ്വയം റോൾ മോഡൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റോൾ മോഡൽ. അല്ലാതെ സംഭവിക്കുന്നു. ഇപ്പോൾ നോക്കൂ, തന്ത്രിയെക്കുറിച്ച് ചിന്തിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ തന്നെ തന്ത്രിയെക്കുറിച്ച് ചിന്തിക്കൂ. എത്ര മോശമായിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ IC യൂണിറ്റിൽ കിടക്കുകയാണ് പോലീസുകാരുടെയും കൂടി സഹായത്താൽ. അദ്ദേഹത്തിന് ക്ഷീണം മാറുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ കൊണ്ടുപോകും. ഇനിയിപ്പോൾ നാളെ 2 ദിവസം അങ്ങനെ കിടത്തിയതിന് ശേഷം കോടതിയിൽ ഇപ്പോൾ കോടതിയിലെ പേപ്പർ വന്ന് ജാമ്യം കിട്ടിയാൽ പുറത്തിറങ്ങാം, കിട്ടിയില്ലെങ്കിൽ വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് മാവേലിക്കര ജയിലിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. എത്ര മോശമാണ്. ആളുകൾ കൂകി വിളിച്ച് ചെറുപ്പക്കാരും മറ്റ് പ്രതിപക്ഷമാണെങ്കിലും അവർക്ക് അവസരം കൊടുത്തല്ലോ. മാത്രം സ്ത്രീകളൊക്കെ വന്ന് വളരെ മോശമായി പറയുന്നു. ഇയാൾ 1 അല്ല 2 അല്ല 3 കേസിലാണ്. അതിപ്പോൾ അനാലിസിസ് നോക്കുമ്പോൾ വളരെ രസകരമാണ്. 3ലും അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം. 3 പേരെടുത്തും പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിച്ചോളാം എന്നാണ്. 3 പേരെടുത്ത് പറയുന്നത് കുട്ടികൾ വേണമെന്നാണ്. 3 പേരെടുത്തും പറഞ്ഞിരിക്കുന്നത് ഗർഭചിത്രം നടത്തണമെന്നാണ്. 3 പേരെ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ഇയാൾ ആര്? വീരപ്പനോ? 3 പേരിൽ 2 പേരുമായി സാമ്പത്തിക ഇടപാട്. ഒരാളുമായിട്ട് സാമ്പത്തിക ഇടപാടില്ല. ഇനി അവർ പാവപ്പെട്ടവരാണോ അല്ലെ സാമ്പത്തികം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. 2 പേര് തമ്മിൽ സാമ്പത്തിക ഇടപാട്. 3 പേരെയും ബലാത്സംഗം ചെയ്യുന്നു. 3 പേരെയും ഗർഭചിത്രം നടത്തുന്നു. 3 പേരെയും കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു. 3 പേർക്കും വലിയ മോഹന വാഗ്ദാനം കൊടുക്കുന്നു. അപ്പം ഫേസ്ബുക്കിലൂടെയാണ് 3 പേരെയും പരിചയപ്പെട്ടത്. എന്തൊരു രസമാണിത്. അയാൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവുമാണ്. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ആരും ചർച്ച ചെയ്ത കാര്യം. യൂത്ത് കോൺഗ്രസ്സിലെ ഒരുപാട് സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികൾ എവിടെയെന്ന് KPCC പറയണം. ഈ 3 സ്ത്രീകളും യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളല്ല. യൂത്ത് കോൺഗ്രസ്സുകാരായ സ്ത്രീകൾക്കുണ്ടായ ബുദ്ധിമുട്ട് എവിടെ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ പരാതികൾ KPCC പ്രസിഡന്റിനും VD സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കും K മുരളീധരൻ അടക്കമുള്ള, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ സമിതിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കൊടുത്ത പരാതികൾ എവിടെ? അതൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉടയുന്ന വിഗ്രഹങ്ങളുടെ പുറകെ പോയി ആവശ്യമില്ലാതെ നമ്മൾ സമയം കളയാതെ സ്വയം നമ്മൾ എന്ത് ചെയ്യുക? സ്വയം തിരുത്തുക, സ്വയം ആലോചിക്കുക, സ്വയം നമ്മൾ റീബിൽഡ് ചെയ്യുക, മോഡലുകളാവുക എന്ന പുതിയ തലത്തിലേക്ക് വളരണം. അപ്പോൾ ഈ ഉടയുന്ന വിഗ്രഹങ്ങളുടെ പുറകെ പോകരുത്. ഏത് വിഗ്രഹവും എപ്പോൾ വേണമെങ്കിലും ഉടയാം എന്നുള്ള പുതിയ കാലത്തിലാണ് നാം ജീവിക്കുന്നത്.